ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് പരാജയപ്പെടുന്നതിനുള്ളൊരു വലിയ കാരണം പുരുഷവന്ധ്യത യഥാസമയം കണ്ടുപിടിക്കുകയും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാതിരിക്കുന്നതാണ്. നമുക്ക് ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജിഷ. ഞാൻ റിനൈ സെൻറ്റർ ഫോർ ഫെർട്ടിലിറ്റി ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടൻ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വിവാഹശേഷം 1 വർഷമെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് ആയില്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കണമെന്നുള്ളത്. അങ്ങനെ സമീപിക്കുമ്പോൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഇവാലുവേഷൻ തുടക്കം മുതലേ ഒരുപോലെ തന്നെ ചെയ്യുന്ന ഒരു ഡോക്ടറെ സമീപിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബീജപരിശോധന അഥവാ സെമൻ അനാലിസിസ് നടത്തുന്നത് WHO സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ലാബിലാകുന്നതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യം. കാരണം കൗണ്ട് നമ്മൾ ഏത് ലാബിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരുപോലെയാണെങ്കിലും ബീജത്തിൻ്റെ ചലനശേഷി അഥവാ മോട്ടിലിറ്റി നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്തില്ലെങ്കിൽ അത് നാച്ചുറൽ കൺസെപ്ഷൻ, അതായത് തന്നെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സക്സസ് റേറ്റിനും അതുപോലെ ബേസിക് ട്രീറ്റ്മെൻറ്റ്സ് ആയ IUI പോലുള്ള ട്രീറ്റ്മെൻറ്റ്സിൻ്റെ സക്സസ് റേറ്റിനും വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും മോട്ടിലിറ്റിയിലുള്ള ഡിഫക്ട്സ് കണ്ടുപിടിക്കപ്പെടാതെ പോകുന്നത് പ്രഗ്നൻസി വൈകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. നമ്മൾക്ക് ബീജപരിശോധന നടത്തി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, 1-2 മാസം വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനോടെ പുരുഷവന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെമൻ അനാലിസിസിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50-60% കേസുകളിൽ നമുക്കതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാരണങ്ങളുണ്ടെങ്കിൽ അതിന് ഫോക്കസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം.